يا ربي بالمصطفى بلغ مقاصدنا واسمح لنا ما مضى يا واسع الكرم نور إله السماء قلب الغريب كما نورت قلبي ما من ناس غزالي يا رب أعط لنا علما وفهما كما أعطيت يا ربنا للشيخ غزالي يا رب هيئ لنا من أمرنا رشدا واجعل معونتك الحسنى لنا مددا حسنى لنا مددا حسنى لنا مددا. സമാദരണീയരായ സയ്യിദ് സൈനുൽ അബ്ദി തങ്ങൾ കുന്നംകൈ, ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഹാജി അഹമ്മദ് സാഹിബ്, ബഹുമാനപ്പെട്ട ഈ ജമാഅത്തിൻ്റെ അമരക്കാരനായ ഉസ്താദ് ഖത്തീബ് ഉസ്താദ്, മറ്റു സ്റ്റേജിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന പണ്ഡിത മഹത്തുക്കളെ, സാദാത്തുക്കളെ, ആരിഫ്യങ്ങളെ, ഉമറാക്കളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹലായ ഫളല് കൊണ്ട് ഈ ഒരുമിച്ച് കൂടിയ നമ്മെ ഏവരെയും അവൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരുടെയും ദാസിമാരുടെയും കൂട്ടത്തിൽ അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതൊരു മഹാനുഭാവൻ്റെ സ്മരണാർത്ഥം നാം ഇവിടെ ഒരുമിച്ച് കൂടിയോ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അദ്ദേഹത്തിൻ്റെ സേവനത്തെ പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. ഈ നാടിൻ്റെ വെളിച്ചമായി, ഈ നാടിൻ്റെ കെടാവിളക്കായി, ഈ നാടിൻ്റെ തിരുനാളമായി ഈ നാട്ടിൽ നൽകിയ സേവനം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ആലമ്പാടി ഉസ്താദ് അവറുകളുടെ അനുസ്മരണം. ഉസ്താദ് അവറുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഈ ആലമ്പാടി എന്ന സ്ഥലം കേൾക്കുമ്പോൾ തന്നെ ഞാൻ ചോദിക്കും, ആലമ്പാടി ഉസ്താദ് കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. അള്ളാഹു തആല അദ്ദേഹത്തിൻ്റെ ദർജാത്തുകൾ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരോടൊപ്പം നമുക്ക് സ്വർഗത്തിൽ സ്ഥാനം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഒരു മഹാനുഭാവനെ കുറിച്ച്. അൽഹംദുലില്ലാ കാണാൻ ഭാഗ്യം കിട്ടിയില്ല എങ്കിലും ഇവിടെ വന്ന് അൽഹംദുലില്ലാ കുറച്ച് സമയം അദ്ദേഹത്തെ സ്മരിക്കുന്ന സദസ്സിൽ വന്ന് പങ്കാളിത്തം വഹിക്കാൻ അള്ളാഹു ചെയ്ത ഒരു വലിയ അനുഗ്രഹമാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞതുപോലെ വലിയ വലിയ മഹത്തുക്കളും സാദാത്തുക്കളും അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങൾ. ഇതിൻ്റെ സപ്ലിമെൻ്റ് അല്പം ഒന്ന് വായിച്ചപ്പോൾ തന്നെ അതിൽ മനസ്സിലാക്കി, കേവലം ഒരു പത്രം പള്ളിയിൽ കയറ്റാൻ താല്പര്യമില്ലാത്ത, ഫോട്ടോ എടുക്കാനോ അതുമായി ബന്ധപ്പെട്ട അതുപോലുള്ള കാര്യങ്ങൾക്ക് പോലും താല്പര്യം കാണിക്കാത്ത, ഒരു കറാഹത്ത് പോലും ചെയ്യാൻ മടിക്കുന്ന സൂക്ഷ്മതയുള്ള ഒരു പണ്ഡിതൻ. ഇന്നത്തെ കാലഘട്ടത്തിൽ അതുപോലുള്ളൊരു പണ്ഡിതനെ കിട്ടൽ വലിയ പാടാണ്. കറാഹത്ത് പോലും ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത പണ്ഡിതന്മാരെ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. എത്രയോ അടുത്ത് തിരയണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ നാടിന് ചെയ്ത വലിയൊരു അനുഗ്രഹമാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് മനസ്സിലാവും. കണ്ണിരിക്കുമ്പോൾ കണ്ണിൻ്റെ മഹത്വം അറിയില്ല, കണ്ണില്ലാതിരിക്കണം, അപ്പോഴാണ് അതിൻ്റെ മഹത്വം അറിയുക. അപ്പോൾ അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് അവരെക്കുറിച്ച് മനസ്സിലാവില്ല. മരിച്ചു പോകുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സ്മരണയും അദ്ദേഹത്തിൻ്റെ വലിപ്പവും പൊലിമയും മഹത്വവും അദ്ദേഹത്തെക്കുറിച്ച് നമ്മളെല്ലാം ചർച്ച ചെയ്യുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ ഒരുപക്ഷെ കുറ്റങ്ങളായിരിക്കും പറയുക. അതുകൊണ്ടാണ് നബിഗിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ആരും ആരെക്കുറിച്ചും കുറ്റവേ പറയാൻ പാടില്ല. ആരാണ് നല്ലവരെന്ന് അറിയില്ലല്ലോ. അനസ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, തുവഫിയ റജുലുൻ മിനസ് സ്വഹാബ, സഹാബാക്കളിൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടപ്പോ ഒരു സഹാബി ആ സദസ്സിലേക്ക് കടന്നു വന്നിട്ട് പറയുകയാണ്, അബ്ശിർ ബിൽ ജന്ന, അബ്ശിർ ബിൽ ജന്ന, ഇദ്ദേഹം സ്വർഗത്തിലാണ് നബിയെ, ഇദ്ദേഹം സ്വർഗത്തിലാണ് നബിയെ, ഇദ്ദേഹം സ്വർഗ വാർത്ത കൊണ്ട് ഇദ്ദേഹത്തിന് സന്തോഷ വാർത്ത അറിയിക്കോ നബിയെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്നിഹിതനായിരിക്കുന്ന ആ സദസ്സിൽ വെച്ചൊരു സഹാബി പറഞ്ഞപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അങ്ങനെ നീ പറയരുത്. അവലാ തദ്രി ഫലഅല്ലഹു യതകല്ലമ ഫീമാ ലാ യഅനി, ഒരുപക്ഷേ
അനർത്ഥമായ വാക്കുകൾ സംസാരിച്ച വ്യക്തിയായിരിക്കാം അദ്ദേഹം, അനാവശ്യ വാക്കുകൾ പറഞ്ഞ വ്യക്തിയായിരിക്കാം. അതുകൊണ്ട് ഒരാളെ കുറിച്ച് നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വന്ന സഹാബിക്ക് താക്കീത് നൽകി. പിന്നെ എന്താണ്? അല്ലാഹുവേ, നീ പുറത്തു കൊടുക്കുക, ദറജാത്തുകൾ ഉയർത്തി കൊടുക്കുക, അവർക്ക് നീ നന്മകൾ ചെയ്യുക, അവരുടെ ഖബറിന്റെ ജീവിതം, ബർസഖി ജീവിതം എളുപ്പമാക്കി കൊടുക്കുക. ഇതാണ് നമ്മുടെ ഉത്തരവാദിത്തം. ഇതാണ് നാം ഒരു മനുഷ്യന് വേണ്ടി ചെയ്യേണ്ടത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, തുറലുൽ അഅമാലു അലൽ ആബാഇ ഫീ കുല്ലി ജുമുഅ. എല്ലാ വെള്ളിയാഴ്ച രാവുകളിലോ അതിന്റെ പകലിലോ ഖബറടക്കപ്പെട്ട ഖബറിനകത്തുള്ള നമ്മുടെ മാതാപിതാക്കൾക്ക് അവരുടെ അമലുകൾ വെളിവാക്കി കൊടുക്കുമത്രേ. നമ്മുടെ അമലുകൾ വെളിവാക്കി കൊടുക്കുമത്രേ. ഈ ഭൂലോകത്ത് ജീവിച്ചിരിക്കുന്ന മക്കളെ, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ മാതാപിതാക്കളുടെ ഖബറിലേക്ക് മലക്കുകൾ വെളിവാക്കി കൊടുക്കും എല്ലാ വെള്ളിയാഴ്ച ദിവസവും. ഫയഫ്റഹൂന ബിഹസനാതിഹിം, അവരാ നന്മകൾ കണ്ട് ആസ്വദിക്കുമത്രേ. വതസ്ദാദു വജൂഹുഹും ബയാദൻ വഇശ്റാഖാ. ഏതൊരു മാതാപിതാക്കളുടെ സന്താനങ്ങൾ ഈ ഭൂലോകത്ത് നന്മ ചെയ്യുന്നവരായി മാറുന്നുവോ, നന്മയുടെ വക്താക്കളായി മാറുന്നുവോ, ധർമ്മധാരയിൽ സഞ്ചരിക്കുന്നവരാകുന്നുവോ, ഫയഫ്റഹൂന ബിഹസനാതിഹിം, ആ മാതാപിതാക്കൾ അവരുടെ നന്മകൾ കണ്ടുകൊണ്ട് ഖബറിൽ സന്തോഷിക്കുമത്രേ. വതസ്ദാദു വജൂഹും ബയാദൻ വഇശ്റാഖാ, അവരുടെ മുഖം അങ്ങനെ പ്രസാദിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശേഷം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫത്തഖുല്ലാഹ വലാ തൂദൂ മൗതാക്കും. അല്ലാഹുവിനെ നിങ്ങൾ ഭയപ്പെടണമേ, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണമേ, അവനെ നിങ്ങൾ വഴിപ്പെടണമേ. വലാ തൂദൂ മൗതാക്കും, നിങ്ങളിൽപ്പെട്ട മരണപ്പെട്ടവരെ നിങ്ങൾ കുറ്റം പറയരുതേ, അവരെ പരിഹസിക്കരുതേ, അവരെ നിന്ദിക്കരുതേ, അവരെ അവഹേളിക്കരുതേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച ഒരാൾക്ക് വേണ്ടി നന്മ ചെയ്യാത്തത് അവരെ അവഹേളിക്കലാണ്. മരണപ്പെട്ടവർക്ക് വേണ്ടി നന്മ ചെയ്യാത്തത് അവരെ അവഹേളിക്കലാണ്. മരണപ്പെട്ടവർക്ക് വേണ്ടി ഈസാല് സവാബ് ചെയ്യാത്തത് അവരെ അവഹേളിക്കലാണ്. മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആൻ ഓതാത്തത്, അവർക്ക് വേണ്ടി സദഖ ചെയ്യാത്തത്, അത് ആ മരിച്ചുപോയവരെ അവഹേളിക്കുന്നതിന് തുല്യമാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മയ്യത്തടക്കം ചെയ്തിട്ട് ആ മയ്യത്തിന്റെ ഖബറിന്റെ ഓരത്ത് നിന്ന് എല്ലാവരും മടങ്ങിപ്പോകുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ല നിങ്ങൾ അല്പം നിൽക്കണമേ, പോകരുതേ, പോകരുതേ. ഇസ്തഗ്ഫിറൂ ലി അഖീകും, ഇസ്തഗ്ഫിറൂ ലി അഖീകും ഫഇന്നഹുൽ ആന യുസ്അൽ വസലൂ ലഹു അത്തസ്ബീത്. നിങ്ങളാരും പോകരുതേ, നിങ്ങളുടെ സഹോദരന് വേണ്ടി മഗ്ഫിറത്ത് ചോദിക്കണമേ, നിങ്ങളുടെ സഹോദരന് വേണ്ടി ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, നിങ്ങളുടെ സഹോദരന്റെ ആഖിറത്തിന്റെ വിജയത്തിന് വേണ്ടി നിങ്ങൾ ചോദിക്കണമേ. നിങ്ങൾ ആരും പോകരുതേ. ആ ഖബറിന്റെ ഓരത്ത് നിന്നുകൊണ്ട് ആ ഖബറാളികൾക്ക് വേണ്ടി ദുആ ചെയ്യുവാൻ, ഖബറാളികൾക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ, ഖബറാളികൾക്ക് വേണ്ടി നന്മ ചെയ്യുവാൻ. ആ ഖബറാളികളെ ചോദ്യം ചെയ്യാൻ വരുമ്പോ അവർക്കവിടെ സുസ്ഥിരതയുണ്ടാകുന്നതിനു വേണ്ടി അവരുടെ ചോദ്യത്തിന്റെ മുന്നിൽ പതറിപ്പോകാതെ ധൈര്യസമേതം സ്ഥൈര്യത്തോടെ മുൻകര നക്കീറിന്റെ ചോദ്യത്തിന്റെ മുന്നിൽ വിറങ്ങലിച്ചു പോകാതെ, വിറച്ചു പോകാതെ മറുപടി പറയാനുള്ള ചങ്കൂറ്റത്തിന് വേണ്ടി നിങ്ങൾ ആ ഖബറിന്റെ അരികെ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി യാചിക്കണമേ, ചോദിക്കണമേ. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഖബറാളികളോടുള്ള ഉത്തരവാദിത്തമാണത്, മരണപ്പെട്ടവരോടുള്ള ഉത്തരവാദിത്തമാണത്. വലാ തൂദൂ മൗതാക്കും, നിങ്ങളുള്ള മരണപ്പെട്ടു പോയവർക്ക് നിങ്ങൾ ഒരു നിലയ്ക്കും അവഹേളന നടത്തരുതേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ സാറ ഖബ്റ അബവൈഹി ഫീ കുല്ലി ജുമുഅ കുതിബ ലഹു ബർറാ. ആരൊരാള് തന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി വെള്ളിയാഴ്ച രാവിൽ ദുആ ചെയ്യുന്നുവോ അവർക്ക് നന്മ രേഖപ്പെടുത്തപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മരണപ്പെട്ടവരെ അനാവശ്യങ്ങൾ വിളിച്ചു പറയരുതേ, അവരെ വേദനിപ്പിക്കരുതേ, അവരെ പ്രയാസപ്പെടുത്തരുതേ. എത്ര മോശക്കാരനായാലും എത്ര നല്ലവനായാലും മരിച്ചുപോയവനെ കുറ്റം പറയരുതേ, മരിച്ചുപോയവരെ കുറ്റം പറയരുതേ. അള്ളാന്റെ റസൂലിന്റെ ജീവിതത്തിൽ ഒരാളെ പോലും ജീവിച്ചിരിക്കുന്നവരാകട്ടെ മരിച്ചവരാകട്ടെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല, ആരെയും ആക്ഷേപിച്ചിട്ടില്ല, ആരെയും അധിക്ഷേപിച്ചിട്ടില്ല. പരിശുദ്ധ പ്രവാചകന്റെ വഴികളെ സ്വീകരിക്കുന്ന നമുക്ക് വേണ്ടത് നമ്മുടെ സഹോദരങ്ങളായ മുസ്ലിം സമുദായം നമ്മെ ആരെയും ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ നിന്ദിക്കാനോ പരിഹസിക്കാനോ പാടില്ല. ഇത് പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രഖ്യാപനമാണിത്. ും